ഞാൻ വിളിച്ചപ്പത്തിന് വന്നതാണോ, അതാണ് അനുസരണ എന്നൊക്കെ പറയണത്. കണ്ടോ ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ടൊന്ന് പോസ് ചെയ്ത് പോകാൻ പറഞ്ഞു. കണ്ടില്ലേ പോസ് ചെയ്യണണ്ടാ, നൈസായിട്ട് പോസ് ചെയ്യണൊക്കെ ഉണ്ട്. ഈ നാളെ സെലിബ്രിറ്റിയാണ് കേട്ടാ. ഇതാണ് ഗൈസ് കോമ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഹിൽ ക്യാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം മൃഗശാല കാണുന്നതിനായിട്ടാണ് കേട്ടോ. വർക്കും കാര്യങ്ങളും തിരക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സുവോളജിക്കൽ ഗാർഡൻ, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ആർട്ട് മ്യൂസിയം, ആർട്ട് ഗാലറി, 3D സെൻറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണുന്നതിനായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് മൃഗശാല കാണുന്നതിനായിട്ടാണ്. നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണി ആകുമ്പോഴേക്കും ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് സൂ കാണാനായിട്ട്. ഇങ്ങോട്ട് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നട്ടപ്പൊരി വെയിലത്ത് പൊട്ടിത്തെറിച്ച് വരുന്ന കപ്പിൾസിനൊക്കെ ഒരു ആശ്വാസം പകരാനായിട്ട് വിശാലമായിട്ടൊരു പാർക്ക് ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും സമയമില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കയറി സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതിലെ ദർശൻ എന്ന കാട്ടിലെ രാജാവ് സിംഹത്തിനെ കാണാനുള്ള ഇങ്ങനെ എന്താ പറയുക, ആകാംക്ഷയോട് കൂടിയിട്ടുള്ള ഒരു പോക്കാണ്. ഒന്നും തോന്നണില്ല, നേരെ വെച്ച് പിടിക്കുക, ടിക്കറ്റ് എടുത്ത് കയറാതൊക്കെ. പക്ഷിമൃഗാദികളെ അതിൻ്റെതായ ചുറ്റുപാടുകളിൽ സംരക്ഷിച്ച് അവയുടെ ജീവിതഘടനയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ട് 1857 സ്ഥാപിക്കപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു സൂ. അങ്ങനെ നമ്മൾ ആ കാണുന്ന കൗണ്ടറിൽ നിന്ന് 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. 30 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നേരെ മുന്നോട്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് കാട്ടുപോത്തിനെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ്. അതായത് ഇവിടെയുള്ള എല്ലാ പക്ഷി മൃഗാദികൾക്കും ആ ഒരു കാടിൻ്റേതായ ഒരു അറ്റ്മോസ്ഫിയർ ഇവർ കൊടുത്തിട്ടുണ്ട്. നല്ല തണുപ്പ്, എന്താ പറയുക, ഒരു പ്രത്യേക തണുപ്പ് ക്ലൈമറ്റ്. നല്ല വെയിലായിരുന്നു പുറത്ത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ 2 സൈഡും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, നല്ല തണുപ്പുണ്ട്. കാട്ടുപോത്ത് സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്നു. ഭാരം 600 മുതൽ 1500 കിലോഗ്രാം വരെ, നീളം 250 മുതൽ 360 സെൻറ്റിമീറ്റർ, ഗർഭകാലം 275, ആഹാരരീതി സസ്യബുക്കാണ്. ജീവിത കാലയളവ് വരുന്നത് 30 വർഷം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് നൈസായിട്ട് കാട്ടുപോത്തിനെ കണ്ട് കാണാം. നിൽക്കുന്നത് സംഭവം ഒരു തൊഴുത്ത് പോലത്തെ സെറ്റപ്പിലൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഇതാണ് ഇന്ത്യൻ കാട്ടുപോത്ത്. നമുക്കിവിടെ 3 കാട്ടുപോത്തിനെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതാ 2 എണ്ണം ആ ഒരു ഷെഡ് പോലത്തെ ഒരു ഇതിൽ തൊഴുത്ത് സെറ്റപ്പ് തന്നെയാണ് കേട്ടോ അവിടെ. അതായത് നിലമൊക്കെ ഒന്ന് കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയ സെറ്റപ്പിൽ വെള്ളം കുടിക്കാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് അതാ ഒന്ന് കിടക്കുന്നത്. അങ്ങനെ മൊത്തം 3 കാട്ടുപോത്തിനെ നമ്മൾ കണ്ട്. 3 അല്ല, തെറ്റിപ്പോയതാണ്. അതാ നിൽക്കുന്നൊന്ന് അടുത്ത്. നമുക്ക് എന്തായാലും ലൈ സൈഡ് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രതിമയുടെ പോലെ ഇങ്ങനെ നിൽക്കുക. 600 മുതൽ 1000 സംതിങ് കിലോഗ്രാം വരെ വെയിറ്റ് വരുന്നൊരു സാധനമാണ് കേട്ടോ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്.
അടുത്തത് ബംഗാൾ കുരങ്ങ്. അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ബർമ്മ, തായ്ലാൻഡ്, സദേൺ ചൈന, ടിബറ്റ് എന്നീ ഇവിടങ്ങളിൽ കാണപ്പെടുന്നു. ഭാരം 5 to 11 കിലോഗ്രാം. ജീവിത കാലയളവ് 20 മുതൽ 30 വർഷം വരെയാണ് വരുന്നത്. ഇവിടെ ആളെ കാണാനില്ല. നമുക്കൊന്ന് അങ്ങോട്ട് നീങ്ങി നോക്കാം. അവിടെ എന്തോ കാണുന്ന പോലെ ഉണ്ട്. ആളെ കാണുന്നുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് ആള്. എനിക്ക് കണ്ടിട്ട് അങ്ങനെ ബംഗാൾ കുരങ്ങനെ പോലെ തോന്നുന്നില്ല. നമ്മളെ നാടുകളിലൊക്കെ കാണുന്ന കുരങ്ങന്മാരെ പോലെ തന്നെ കാണുന്നത്. പക്ഷെ ഒരാളുള്ളൂ കേട്ടോ, കൂട്ടിനാരും ഇല്ല. ഇനി ചിലപ്പോൾ ഇവർക്കൊക്കെ ഒരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അകത്താണോ എന്നറിയില്ല. നമുക്കെന്തായാലും നേരെ വെള്ളറിയ, പൻതത്ത, കാട്ടുകോഴി തുടങ്ങിയ പക്ഷി ജീവജാലങ്ങളെയാണ് അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ നെറ്റ് കാര്യങ്ങളൊക്കെ കെട്ടിയോണ്ട് ക്ലാരിറ്റി കുറവാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. ഒരു വെള്ളറിയ ഒന്നത് അവിടെ ചത്ത പോലെ കിടക്കുന്നുണ്ട്, ഒരു അനക്കമില്ലാതെ. കാണുന്നുണ്ടോ? ഒന്നവിടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ അവിടെ കൂട് പോലെ സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട് അതിനകത്തായിട്ട്. ഗൈസ്, നമ്മൾ വെള്ളറിയനെ കണ്ടു, കുറേ അണ്ണാനും കാണാനുണ്ട്. വൻതത്തിനെ മാത്രം കാണുന്നില്ല. കുറേ നേരമായിട്ട് നോക്കി. ഇവ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുള്ള് നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സാധനത്തിനെ അങ്ങനെ കാണുന്നില്ല. ട്രിവാൻഡ്രം സൂവിലെ വൻതത്തയെ കാണുവാനില്ല ഗൈസ്. നമുക്ക് നാളെ പത്രത്തിൽ കൊടുക്കേണ്ടി വരുമോ? അപ്പോൾ നമ്മൾ കാട്ടുമൂങ്ങനെ കാണാനായിട്ട് വന്നേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സാധനമാണ്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവരെ പെർമിഷനോട് കൂടിയിട്ട് തന്നെ ഒന്നിങ്ങനെ കയറിയിട്ടുണ്ട്. കാട്ടുമൂങ്ങ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ള ഐറ്റംസുകളൊന്നും കാണുന്നില്ല, അങ്ങോട്ട് കയറാനും പറ്റിയില്ല. അതാ നിൽക്കുന്നത്, 2 എണ്ണം ഉണ്ട്, കാണുന്നുണ്ടാ? ഇതാണ് സാധനം. സൈലൻ്റ് ആയിട്ട് നിൽക്കണം. ഇവരൊക്കെ രാത്രി മാത്രമേ ആക്റ്റീവ് ആവുമെന്ന് തോന്നുന്നു. എന്താ അവസ്ഥ എന്നറിയില്ല. പകൽ സൈലൻ്റാണ്. സൺക്യുനൂർ നല്ല ഭംഗിയുള്ള ഒരു ലവ് ബേർഡ്സിനൊക്കെ പോലുള്ള പക്ഷികളാണേ. കാണുന്നതിനായിട്ട് നല്ല രസമുണ്ട്. ഒരു മഞ്ഞ, പച്ച, ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് ബ്ലാക്കും വരുന്നുണ്ട്. നല്ല നൈസായിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നാട്ടു തത്തയാണോ, നമ്മുടെ വീടുകളിൽ കാണുന്ന തത്തയാണോ എന്നറിയില്ല. അതിനുള്ള ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് തത്തകളുണ്ട്. നെക്സ്റ്റ് സ്കാർലറ്റ് മക്കാവു. മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും കാണപ്പെടുന്നു. ആൺപക്ഷികളും പെൺപക്ഷികളും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നു. 40 മുതൽ 50 വർഷം വരെ കാടുകളിൽ ജീവിക്കുന്ന ഇനാണ് കേട്ടോ. 80 വർഷം വരെ മൃഗശാലയിൽ ജീവിക്കുന്നു. എൻ്റെ പൊന്നോ, 80 വർഷം വരെ. ആ ഒരു ഐറ്റത്തിന് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം സൈസ് ഉണ്ട്. നമ്മളെ പഞ്ചവർണ്ണ തത്ത ആ ഒരു തത്തയുടെ പോലെയാണ് വരുന്നത്. അവിടെയാണ് ആൾ വരുന്നത് കേട്ടോ. കാണുന്നുണ്ടോ? ഇവരൊക്കെ ഈ നല്ല ഐറ്റംസുകളൊക്കെ, നല്ല പക്ഷികളൊക്കെ അവിടെ എവിടെയെങ്കിലും പോയിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കും. നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അടുത്തതായി നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ബ്രൗൺ ഫിഷ് ഓൾ കൂമൻ. ആളെ കാണുന്നുണ്ട്. അടുത്ത് തന്നെ ഉണ്ട്. അടുത്ത് പോസ് ചെയ്യുന്നുണ്ടാ? നൈസായിട്ട് പോസ് ചെയ്യണൊക്കെ ഉണ്ട്. ഇതാണ് സെലിബ്രിറ്റിയാണ് കേട്ടോ. ഇതാണ് ഗൈസ് കൂമൻ. എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. ചിലപ്പോൾ എന്നെ തൊട്ട് ചിലപ്പോൾ വല്ല കേസിലും പിടിച്ച് അകത്തൊക്കെ. അതുകൊണ്ട് നമുക്ക് ആ പരിപാടിക്ക് നിൽക്കണ്ട, നമുക്ക് അടുത്തയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിങ്ങോട്ട് നേരെ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്ക് കയറി. ഗലേജ് ഫെസൻറ്റ് എന്ത് സാധനമാവോ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ നെറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. അതാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ കണ്ടു, നിങ്ങൾ കാണുക. ഇവിടെ വന്ന് നെക്സ്റ്റ് റിംഗ് നെക്ക്ഡ് ഫെസൻറ്റ്. എന്താണോ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ കോഴികളിലില്ല വ്യത്യസ്ത ഇനം പക്ഷി ജീവാദികളാണ്. ആളിവിടെ ഇരിക്കുന്നുണ്ട്. സൈലൻ്റാണ്. തൂവലൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
എന്തായാലും അടുത്തേക്ക് പോവുക. സൈലൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നില്ല, കാരണം അവരെ ഇതിലൊക്കെ മൂലയിൽ ഈസായിട്ട് ഒതുങ്ങി കൊടുക്കട്ടെ, അവരെ ശല്യം ചെയ്യാൻ നിൽക്കുന്നില്ല. അടുത്തതായി ഹനുമാൻ കുരങ്ങ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്. ആ ഒരു ബംഗാൾ കുരങ്ങില്ലേ, അതുപോലെ തന്നെ വരുന്നത് കാര്യങ്ങളൊക്കെ. ജീവിത കാലയളവ് 18 മുതൽ 30 വർഷം വരെ. എന്തായാലും ഇവരെ ആക്റ്റീവാണ് കേട്ടോ. പിള്ളേരെന്തായാലും പവറാണ്. കണ്ടോ, ഒരു സൈഡായിട്ട് എന്താ പറയുക, ഫുഡ് കഴിക്കുക, കിടന്നുറക്കുക, ആ ഒരു സെറ്റപ്പ് ഒന്നല്ല. ആ ബേഡ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സൈലൻ്റാണ്. അവരെ പാറിപ്പറന്ന് നടക്കുന്ന പറവകളെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരെ ആക്റ്റീവ് അല്ല, പക്ഷേ ഇവർ ആക്റ്റീവാണ്. ഇവർക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ്, മക്കളെ ഹാപ്പിയാണ്. നെക്സ്റ്റ് അടുത്തതായി വേദിയിലേക്ക് ഹിമാലയൻ കഴുകൻ. ഹിമാലയത്തിലും ടിബറ്റൻ പീഠഭൂമിയിലും കാണപ്പെടുന്നു. ഭാരം 8 മുതൽ 12 കിലോഗ്രാം വരെ കേട്ടോ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആഹാര രീതി മാംസബുക്കാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ കാണാനായിട്ട്. എടുത്ത് തൂക്കിയിട്ട് പോവുക, അമ്മാരൊരു ഐറ്റോ. കണ്ട, നല്ല വലിപ്പമുള്ള കഴുകന, ഹിമാലയൻ കഴുകൻ. എന്താ അതിൻ്റെ ഒരു നൃത്തം കണ്ടില്ലേ, ഒരു രക്ഷയില്ല. 8 മുതൽ 12 കിലോ വരെ ഉള്ളൊരു കഴുകന ബേഡ്. എടുത്ത് തൂക്കിയിട്ട് പോകും അമ്മാരായിട്ടും. മീൻ മുതല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കാണപ്പെടുന്നു. ഭാരം 150 മുതൽ 181 കിലോഗ്രാം വരെ ഉണ്ട്. നീളം 4 മുതൽ 6.5 മീറ്റർ വരെ. ആളെ കാണുന്നൊന്നുമില്ല, നോക്കട്ടെ, ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. കാണുന്നുണ്ടോ? ആ ഒരൈറ്റാണ് മുതല. നൈസായിട്ട് മൂവ് ആവുന്നൊന്നുമില്ല, അവിടെ അങ്ങനെ കിടക്കണേ. ഇതാണ് ഐറ്റം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഒരു കുളം, ഒരുപാട് ഐറ്റംസുകളുണ്ട്. വെള്ള അരിവാൾ കൊക്കൻ, ചായമുണ്ടി, പാതിരാക്കൊക്ക്, കുളക്കൊക്ക്, ചാരമുണ്ടി, ചേരക്കോഴി, പിന്നെ വെൺകൊതുകമ്പന്നം. എന്തൊക്കെ പേരുകളാണ് ഇട്ടിരിക്കുന്നത്, ഒരു പിടുത്തല്ല. ഗ്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പക്ഷികളല്ലേ പറന്നു പോയാലോ. നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു രസമുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ, അടിപൊളി. ഒരുപാട് ഐറ്റംസുകളുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കൊക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്തായിട്ട് പുള്ളിച്ചുണ്ടൻ, കൊതുമ്പന്നം, വയൽ നായ്ക്കൽ, വെള്ളത്തൊപ്പി, കറുത്തരയണം, നീലക്കോഴി, വർണ്ണക്കൊക്ക്, ചൂളൻ, എരണ്ട തുടങ്ങിയ ഇനങ്ങളാണ്. ഈ ഒരു ഐറ്റത്തിനെ കണ്ടപ്പോൾ, ഇതാണ് വർണ്ണക്കൊക്ക്. ഈ ഒരു ഐറ്റത്തിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഡെമോ കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാ. നീർനായ, സ്മൂത്ത് കോട്ടഡ് വാട്ടർ. തെക്ക് കിഴക്കൻ ഏഷ്യയിലെമ്പാടും കാണപ്പെടുന്നു. ആയാസ വ്യവസ്ഥ, അരുവികൾ, പുഴകൾ, തടാകങ്ങൾ. ജീവിത കാലയളവ് 4 മുതൽ 10 വർഷം വരെ. ഈ ഒരു ഗുഹ പോലുള്ളൊരു സെറ്റപ്പിലൂടെ കടന്നു പോയിട്ട് വേണം ഈ ഒരു നീർനായനെ കാണാനായിട്ട്. കാണാൻ കഴിയുമെന്ന് വിചാരിക്കാം. ഇതാണ് ഐറ്റം വരുന്നത്, നീർനായ. എന്തോ കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അതെടുത്തിട്ട് അറിഞ്ഞ കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ തിരക്കിലാണ് രണ്ടാള്. അവിടെ ദൂരെ കാണുന്നുണ്ടാ, മാനുകളാണ് കേട്ടോ. മാൻ കുട്ടികൾ എന്ന് തന്നെ പറയാം. ചെറുതാണ്, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊമ്പുള്ള ഒരു ഐറ്റത്തിനെ കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടാ, ഒരു കൊമ്പുള്ളത്. ചെറിയ കുട്ടികളാണ് കേട്ടോ, ചെറിയ കുട്ടികൾ. ഏത് ഐറ്റം മാനാന്നൊന്നും ഇവിടെ എഴുതിച്ചൊന്നും കാണാനില്ല. ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാ. തല കണ്ടു കഴിഞ്ഞാൽ പാമ്പിനെ പോലെയുണ്ട്, മുതലനെ പോലെയുണ്ട്. എന്ത് സാധനം വലിയ പിടുത്തൊന്നുമില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. നല്ലൊരു കലാവിരുദ്ധമുള്ള ഒരു കലാകാരൻ്റെ ആവില്ല, ചിലപ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ കലാവിരുദ്ധമാണ് കേട്ടോ കാണുന്നത്. എന്നാലും ദ്രവിച്ചു പോയിട്ടുണ്ട്. ഒരറ്റൊക്കെ ദ്രവിച്ച് ചെതലൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാത്ത കരടി തോണ്ട അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടാ. അതാണ് ആശ. അങ്ങോട്ട് പോകുമ്പോൾ ദർശനം തന്നില്ല, തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ട് ആള്. ആ കാണുന്നത് കണ്ടോ, അതാണ് കരടി.
എന്തായാലും അങ്ങനെയൊക്കെ കണ്ടാൽ മതി. ഇപ്പം ഇങ്ങോട്ട് ഇറക്കാനൊന്നും സമയമില്ല. ഗൈസ് ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന്, എന്താണ് അതിൻ്റെ അകത്തുള്ളതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നോക്കി. ഇവിടെ ഇങ്ങനെ ഒരു പൂവിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ കുറേ നോക്കി, ഒരാളെയും കാണാനുണ്ടായിരുന്നില്ല. നോക്കുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. അതായത് ആ ഗിർ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? ഗിർ സിനിമയിലെ ആ ഒരു നായകൻ ഇതാ നിൽക്കുന്നു, ദർശൻ എന്ന സിംഹമാണ് ഇവിടെ ഉള്ളത്. ലയൻ കാണുന്നുണ്ടാ? തല മാത്രമേ കാണുന്നുള്ളൂ. ആ ഐറ്റാണ്. കുറച്ച് നേരം നോക്കട്ടെ. ആ നോക്കുന്നുണ്ട് നൈസായിട്ട് നമ്മളെ നോക്കുന്നുണ്ട്. അതാണ് കാട്ടിലെ രാജാവ് സിംഹം. ഇവിടെയാണ് കേട്ടോ ഗിർ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ദർശൻ എന്ന സിംഹത്തിന് 3 കിലോ 7 കിലോ ഇറച്ചി കൊടുക്കേണ്ട സ്ഥാനത്ത് 3 കിലോ കൊടുത്തിട്ട് പറ്റിച്ച ആ ഒരു ദർശനമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെതായ ഒരു വിഷമം ഇപ്പോഴും അതിൻ്റെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ നൈസായിട്ട് പാസ് ചെയ്ത് പോകണം. കുറേ നേരമായി അവർ കയറിയിട്ട്. അപ്പം ഇങ്ങനെ പാസ് ചെയ്ത് പോകാമെന്നല്ലാതെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പക്ഷെ എവിടെയാണ് മെയിനായിട്ടുള്ളൊരു ഐറ്റം ഇരിക്കുന്നത്. ആ തല മാത്രമേ കാണുന്നുള്ളൂ. യമു ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു. ഭാരം 30 മുതൽ 55 കിലോഗ്രാം. ഉയരം 15 മുതൽ 1.9 മീറ്റർ. മുട്ട പൊരിയാനെടുക്കുന്ന സമയം 8 ആഴ്ച. അതിലൊന്നും വലിയ കാര്യമില്ല. ഐറ്റത്തിനെ കാണിച്ചു തരാം. ഇതാ വരും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കൃഷ്ണമൃഗത്തിനെയാണ് കേട്ടോ. മാനുകളിലുള്ള വേറൊരു തരംതിരിവായിട്ടാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കൊമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ള കളറിലുള്ള ഐറ്റത്തിനൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനെ കാണുന്നത്. താണ്ടെ അങ്ങ് ദൂരെ ഒരു കൂട്ടം മാനുകളും നടുവിൽ ഫീല് വിടർത്തിയാടുന്ന ഒരു മയിലും. നല്ല രസമല്ലേ കാണാനായിട്ട്? അടുത്തതായി നമ്മൾ കാണാൻ വന്നേക്കുന്നത് മുള്ളം പന്നികളാണ് കേട്ടോ. അവരാണെന്നുണ്ടെങ്കിൽ ഒരേ ഉറക്കും. എന്ത് തന്നെ കാണിച്ചു കഴിഞ്ഞാലും എണീക്കില്ല എന്നുള്ളൊരു മട്ട്. രാത്രി ആക്റ്റീവായിട്ട് പകൽ ഇറങ്ങുന്ന ജീവികളാണ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് സുഖമായ ഉറക്കും. നെക്സ്റ്റ് ബട്ടർഫ്ലൈ പാർക്ക്. കാട്ടിലെ പൂമ്പാറ്റകളെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു സിസ്റ്റം എന്നല്ല കേട്ടോ. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ചെടികളും പൂക്കളും പൂന്തോട്ടങ്ങളും ആ ഒരു നടക്കുന്നൊരു പാതയൊക്കെ കണ്ടോ. ഇവിടെ ആ ചെടികൾ പൂമ്പാറ്റയുടെ ഷേപ്പിനൊക്കെ വെച്ച് പിടിപ്പിച്ച് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ മാത്രമില്ല, ബാക്കിയെല്ലാം ഇവിടെ കാണാനുണ്ട്. അവരവരുടെ ഇഷ്ടത്തിന് പോകുന്നു, തോന്നുമ്പോൾ വരുന്നു. അതാണ്. താണ്ട ആ കാണുന്ന മുതലാണ് കേട്ടോ ഒട്ടകപ്പക്ഷി. നല്ല രസമല്ലേ കാണാനായിട്ട്? വയലറ്റ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. പെയിൻ്റ് അടിച്ചതാണോ അതോ ഇനി ജന്മന ഉള്ളതാണോ എന്നറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഉരകങ്ങളുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്. അതായത് പാമ്പുകൾ, ഇഴജന്തുക്കൾ. ഇതാ കിടക്കുന്നു ആദ്യമായിട്ട് പെരുമ്പാമ്പ്. എന്താ ഒരു കിടത്ത് നോക്കി സൈലൻ്റ് ആയിട്ട് കൈ കെട്ടി കഴിഞ്ഞാൽ വിഴുങ്ങി കളി അമ്മാതിരി ഐറ്റം. അടുത്തതായി മൂർക്കൻ. കണ്ടാ ആ കിടത്തം കണ്ടോ. ഇവരൊക്കെ ഭയങ്കര സൈലൻ്റാണ്. ഇഴയുന്നു പോലുമില്ല. ഒരു സൈഡിൽ നൈസായിട്ട് ഇരിക്കുക. ആ ഗ്ലാസ്സിൽ ടച്ച് ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വെറുതെ എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അംഗം വിട്ടാവും. കാട്ടുപാമ്പ്. കാട്ടിലെ പാമ്പിനെ പിടിച്ച് കൂട്ടിലിട്ടേക്കുക. ചെറിയൊരു ഐറ്റാണ് കേട്ടോ. ആ ഒരു മരത്തിൻ്റെ അടിയിലായിട്ട് ആൾ കിടക്കുന്നുണ്ട്. ഇരുതലമൂരി റെഡ് സാൻഡ് ബോ.
വില്ലുണ്ണി, പൂച്ചക്കണ്ണ പാമ്പ്, നാഗത്താൻ പാമ്പ്. അതിൽ നാഗത്താൻ പാമ്പിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആളെ മാത്രം കാണാനില്ല. ബാക്കി 2 പേര് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ചെറിയ പാമ്പുകളാണ്. ചേരയെ കുറിച്ചിട്ട് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനുള്ള ആവശ്യമില്ലല്ലോ. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു പാമ്പാണല്ലോ. അതാ കിടക്കുന്നുണ്ട്. മൂർഖൻ, ഇന്ത്യൻ കോബ്ര. ആളിത് അവിടെ കല്ലിന് പുറകിനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല നീളമുണ്ട് കാണുന്നതിനായിട്ട്. തല അവിടെ കിടക്കുന്നത് അമ്മാതിരി ഐറ്റം. ആരെങ്കിലും അനാക്കോണ്ടേ കാണാത്തവരുണ്ടോ? എന്നാ പിടിച്ചോ, ഗ്രീൻ അനാക്കോണ്ട. ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ വലുതാണ്, പറ്റിക്കലാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ മോനെ എമ്മാതിരി ആയിട്ടെന്നൊന്ന് നോക്കിയാൽ കറുത്ത പുള്ളികളായിട്ട് കിടക്കുന്ന കിടത്തം കണ്ടോ. കഞ്ഞി കിട്ടിക്കഴിഞ്ഞാടല്ലോ ഓരോ ഒറ്റ വിഴുങ്ങലാ. ഒന്നും പണയണ്ട. അടുത്തതായിട്ട് നീർക്കുതിര. ആഫ്രിക്കയിലെ സഫാറയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഭാരം 1.4 മുതൽ 5 ടൺ. നീളം 2 മുതൽ 5 മീറ്റർ വരെ. നീർക്കുതിര ഇതാണ് കാണുന്നത് കേട്ടോ. നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൂടി ഒരു കാഴ്ച കാണിച്ചു തരാം. ആ കാക്കകൾ ഇങ്ങനെ നൈസായിട്ട് മാറി മാറി കൊത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. അതായത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? അതിനെ കൊത്തി മുറിവാക്കിയിട്ട് അതിലിങ്ങനെ കൊത്തിയും കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അത് പ്രതികരിക്കുന്നില്ല. അത്ര പാവാണ് കേട്ടോ ഈ ഹിപ്പോപ്പൊട്ടാമസ്. എത്ര സൈലൻ്റാണ് നോക്ക്. ഒരു കൂസലും ഇല്ല. ഒരു വിഷയമില്ലാത്ത കേസാണ്. ഇങ്ങനെ മുറിവാക്കിയിട്ട് അതൊന്നിങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. എന്നിട്ട് പോലും അതിനൊരു വിഷയമല്ല. അത്രയും പാവപ്പെട്ടൊരു മൃഗമാണ്. കാണുന്ന ഒരു ഭീകരതയൊന്നുമില്ല. ഞാൻ ഒരാളെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? ഞാൻ വിളിച്ചപ്പോൾ ഇതിന് വന്നതുണ്ടോ. അതാണ് അനുസരണ എന്നൊക്കെ പറയണത്. കണ്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ടൊന്ന് പോസ് ചെയ്ത് പോകാൻ പറഞ്ഞു. കണ്ടില്ലേ? അടുത്ത് കിട്ടിയിട്ടുണ്ട്. എന്തോരം വലിപ്പുണ്ട് നോക്കിയാ. അവിടെ നമ്മൾ എന്താ പറയുക, സൈലൻ്റ് ആയിട്ടുള്ളൊരു വിഭാഗത്തിനെ കാണിച്ചു. ഇനി അതുപോലെ തന്നെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഇതിനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യ, നേപ്പാൾ, ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഭാരം 2200 മുതൽ 3000 കിലോഗ്രാം വരെ. നീളം 10 മുതൽ 12.5 അടി. ഇതാണ് ആള്. ഇത് കുറച്ച് ഡേഞ്ചറാ. ഇതിനോട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാക്ക പോയിട്ടൊരു പാറ്റ പോലും ഇവിടെ കാണുന്നില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതാണ് ആ പാവത്തിനെ അവിടെ കൊത്തി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാക്ക വന്നു നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള ധൈര്യം ഇല്ല കാക്കകൾക്ക്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത് തന്നെ എക്സാമ്പിൾ കാണുന്നതാണ് കേട്ടോ കാണ്ടാമൃഗം. മാംസഭോജികൾ. അടുത്തതായി നമ്മൾ കാട്ടിലെ നായകന്മാർ അടക്കി വാഴുന്ന സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നത് പുള്ളിപ്പുലികളെയാണ്. പൂച്ചകളെ പോലെ ഇരിക്കുന്നതൊന്നും നോക്കണ്ട, അഭ്യാസികളാണ്. ആ ഇരുത്തം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പായും പുലികളാണ് കേട്ടോ. എടുത്ത് കീറി വലിച്ചു കളയാം. മാതിരി ഐറ്റാണ്. അവിടെ നിൽക്കുന്ന ഒരാളെ കണ്ടോ. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല ഈ ഗ്രില്ലിനകത്തൂടെ. എന്താ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കടുവയാണ്. ആ ഇരിക്കണ ഇരുത്തം കണ്ടോ. ഇവിടെ വരുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതും വെള്ളക്കടുവ തന്നെയാണ്. അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇവരൊക്കെ എന്താ പിണങ്ങിയിട്ട് ഇരിക്കുക തോന്നുന്നു. ഇന്ന് ഫുഡ് കൊടുത്തിട്ടില്ല തോന്നുന്നു. ഇതവിടെ ഒരു പെൺ സിംഹം നല്ല ഉറക്കത്തിലാണ്. ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് തളർന്ന് കിടന്ന് ഉറങ്ങുന്നു. നേരത്തെ അങ്ങ് ദൂരെ നിന്ന് കാണിച്ചു തന്നില്ലേ ദർശൻ എന്ന സിംഹം. ഇതാ നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതാ നിൽക്കുന്ന നൃത്തം കണ്ട. നമ്മളിങ്ങോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബോട്ടിലാണിത്. വെള്ളം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. 20 രൂപ
ഇത് അകത്തേക്ക് കയറ്റുന്നതിനായിട്ട് ചാർജ് വരുന്നുണ്ട്. ഇത് തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 20 രൂപ തിരിച്ച് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ 20 രൂപ അവർക്ക് കൊടുത്ത് 20-40 രൂപ കേവലം ഒരു മിനറൽ വാട്ടർ കുടിക്കുന്നതിനായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നു. നമുക്ക് ആ ഒരു സിനിമയിലെ മറ്റൊരു മെയിൻ ആയിട്ടാണല്ലോ ചിമ്പാൻസി. അതിനൊന്നും ഇവിടെ കാണാനില്ല, മാറ്റിയതാണ് എന്താ സംഭവം എന്നറിയില്ല. പിന്നെ ആന, ഒട്ടകം ഐറ്റംസുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും മറ്റൊരുപാട് പക്ഷി മൃഗാദികളെ കാണുകയും അവരുടെ ജീവിത സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം കൂടി അടിച്ച് പൊളിച്ചോളെ കൂട്ടത്തിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. ഈ സൈഡൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്യുക.